നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇനിയുള്ള ഒരു മണിക്കൂറിൽ. ഓണം ബമ്പറിന്റെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോടിപതിയായ ഭാഗ്യവാനെ കേരളം തേടുന്ന മണിക്കൂറുകളായിരുന്നു കടന്നുപോയത്. നമ്മുടെ ഇടയിൽ എവിടെയോ ഉണ്ടായാൽ ആരായാലും അയാൾക്ക് അഭിനന്ദനങ്ങൾ. മറുവശത്ത് ഇന്ത്യ സഖ്യത്തിന് ഭാഗ്യമില്ലേ എന്ന ചോദ്യവും ഉയരുകയാണ്. ബംഗാളിൽ കോൺഗ്രസുമായി സഖ്യമില്ലെന്ന് തീർത്ത് പറഞ്ഞ് മമത ഇന്നത്തെ വാർത്താ ദിനത്തെ ചൂടുപിടിപ്പിച്ചിരിക്കുന്നു. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. കൊല്ലത്ത് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ആത്മഹത്യയിൽ മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനമാണ് എന്ന ആരോപണം ശക്തിപ്പെടുത്തുകയാണ് കുടുംബം. ഇതടക്കം ഇന്നത്തെ വാർത്താ പകലിൽ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിക്കാം വിശദമായി. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സംഭവിച്ചത് തുടങ്ങുന്നു. ക്രിസ്തുമസ് പുതുവത്സര ബമ്പർ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം XC224091 എന്ന ടിക്കറ്റിനാണ്. 20 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. പാലക്കാട്ടെ വിൻസ്റ്റാർ ലോട്ടറി ഏജൻസി തിരുവനന്തപുരത്തെ സബ് ഏജന്റിന് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. 2 ആഴ്ച മുൻപ് പാലക്കാട്ട് നിന്ന് ദുരൈരാജ് എന്ന സബ് ഏജന്റാണ് ടിക്കറ്റ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത്. രണ്ടാം സമ്മാനം 1 കോടി വീതം 20 പേർക്കാണ്. തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കും AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സലീം മാലിക്ക്, ഒന്നാം സമ്മാനം അടിച്ചത് ആർക്കാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? നമുക്ക് ആരാണ് ഈ ഭാഗ്യശാലി എന്നതിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ സലീം? ഗോപി, ആ ടിക്കറ്റിൻ്റെ സഞ്ചാരപഥം അത് പാലക്കാട് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തി എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. തിരുവനന്തപുരത്തെ ദുരൈരാജ് എന്ന ഏജന്റിൽ നിന്ന് അത് ആര് വാങ്ങി എന്നുള്ളതാണ് ഇപ്പോഴും തുടരുന്ന ആകാംക്ഷ. അത് ഒരുപക്ഷെ ഒരു തിരുവനന്തപുരംകാരൻ തന്നെയാവാം, അതല്ലെങ്കിൽ ആ ഏജന്റ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് 2 ആഴ്ചയ്ക്ക് മുൻപായിരുന്നു ടിക്കറ്റ് വിറ്റത്. ആ സമയത്ത് ശബരിമല സീസൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിറയെ അയ്യപ്പ ഭക്തരുണ്ടായിരുന്ന സമയത്ത് അവിടെ നിന്ന് നിരവധി ആളുകൾ ടിക്കറ്റ് എടുത്തു. ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആരെങ്കിലും ആണോ എന്നുള്ളത് ഉൾപ്പെടെ സംശയമുണ്ട്. നേരത്തെ ഓണം ബമ്പറും അങ്ങനെ തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. എങ്കിൽ ഇത്തവണയും ക്രിസ്മസ് പുതുവത്സര ബമ്പറും അത് പാലക്കാട് നിന്ന് തുടങ്ങിയ യാത്ര തമിഴ്നാട്ടിലേക്ക് എത്തുമോ എന്നുള്ളതാണ് നമ്മൾ ആകാംക്ഷയോടെ നോക്കുന്നത്. എന്തായാലും അത് ഏതെങ്കിലും ഒരു തിരുവനന്തപുരത്തുകാരനാണോ, അതല്ല മലയാളിക്കാണോ, അതുമല്ല അത് തമിഴ്നാട്ടുകാരനാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി വേണം അതിലൊരു വ്യക്തത വരാൻ. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഭാഗ്യശാലി പുറത്തു വരുമോ, അത് തുറന്ന് സമ്മതിക്കുമോ, അതോ അതീവ രഹസ്യമായി ആ ടിക്കറ്റ് സമർപ്പിച്ച ശേഷം മടങ്ങുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. നേരത്തെ ഈ ഓണം ബമ്പർ അടിച്ച ആളുകളെ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ആളുകളുടെ ശല്യം വന്നു എന്ന ഉൾപ്പെടെയുള്ള വാർത്തകൾ വന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പുറത്ത് പറയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടോ എന്നതും നമ്മൾ കാത്തിരിക്കുന്നതാണ്. എന്തായാലും ഉടൻ തന്നെ നാളെയോടുകൂടി തന്നെ അയാൾ ഈ ലോട്ടറി ഹാജരാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 20 പേർക്ക് കൂടി കോടിപതി സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. കാരണം രണ്ടാം സമ്മാനമായ 1 കോടി രൂപ 20 പേർക്കാണുള്ളത്. അത്രയും വലിയ വിശാലമായ ഒരു സമ്മാനം ഇത്തവണത്തെ ക്രിസ്മസ് പുതുവത്സര ബമ്പറിനുണ്ടായിരുന്നു. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഉയർന്ന തുക, കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഉയർന്ന സമ്മാന എണ്ണം, അങ്ങനെ എല്ലാം കൊണ്ടും ഇത്തവണ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. നേരത്തെ ക്രിസ്മസ് പുതുവത്സര ബമ്പറിന് 16 കോടിയായിരുന്നു സമ്മാനം. അതിനുശേഷം ഇത്തവണ അത് 20 കോടിയായി വർദ്ധിപ്പിച്ചു എന്നത് മാത്രമല്ല, ഓണം ബമ്പറിന് ശേഷം ഏറ്റവും ഉയർന്ന സമ്മാന തുകയുള്ള ഒരു ലോട്ടറി കൂടിയാണ് ഇന്ന് നറുക്കെടുത്തത്. ഒപ്പം മൂന്നാം സമ്മാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും വലിയ തരത്തിലുള്ള തുകയും എണ്ണവുമുണ്ട്. 10 ലക്ഷം പേർക്ക് 10 ലക്ഷം വീതം 30 പേർക്ക് എന്നുള്ളതാണ് മൂന്നാം സമ്മാനത്തിന് അർഹരായിരിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 1 ലക്ഷത്തിലധികം സമ്മാനാർഹർ ഇത്തവണയുണ്ട്. ആ നറുക്കെടുപ്പിന് ശേഷം സമ്മർ ബമ്പറിന്റെ പുതിയ ടിക്കറ്റും പുറത്തിറക്കിയിട്ടുണ്ട്. അത് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ സിനിമാ താരം സോന നായർക്ക് നൽകിയാണ് സമ്മർ ബമ്പർ പുറത്തിറക്കിയത്. സമ്മർ ബമ്പറിന്റെ സമ്മാനത്തുക ഒന്നാം സമ്മാനം 10 കോടി രൂപയുമാണ്. ഗോപി, ശരി, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. 2 ആഴ്ച മുൻപ് പാലക്കാട്ട് നിന്ന് ദുരൈരാജ് എന്ന സബ് ഏജന്റാണ് ടിക്കറ്റ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത്. ആ സബ് ഏജന്റ് ദുരൈരാജിനൊപ്പം ഞങ്ങളുടെ പ്രതിനിധി AV ജയശങ്കർ ഉണ്ട്. ജയശങ്കർ, ദുരൈരാജ് ഉള്ള സബ് ഏജന്റ് ഉള്ള ലോട്ടറി കടയ്ക്ക് മുന്നിലാണല്ലോ ഇപ്പോൾ ജയശങ്കർ ഉള്ളത്. എന്തൊക്കെയാണ് അവർ പറയുന്നത്? ഗോപികൃഷ്ണൻ, നമ്മളിപ്പോൾ ആ ലോട്ടറി കടയ്ക്ക് മുമ്പിൽ തന്നെയാണുള്ളത്. ഈ ലോട്ടറി വിറ്റ ദുരൈരാജ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. എന്തായാലും വലിയ സന്തോഷത്തിലാണ്. വർഷങ്ങളായി അവർ ലോട്ടറി വിൽക്കുന്നൊരു സ്ഥാപനമാണ്. ആദ്യമായാണ് ഇത്രയും വലിയൊരു തുക അടിക്കുന്നത്. ഇതുവരെ 10 ലക്ഷം രൂപയും മറ്റും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു തുക ആദ്യമായാണ് അവർക്ക് ലഭിക്കുന്നത്. എന്തായാലും ലോട്ടറി വിറ്റ ദുരൈരാജ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്.
ചേട്ടാ ആരെങ്കിലും വിളിച്ചോ ഇങ്ങനെ ടിക്കറ്റ് എടുത്ത? ഒന്നാം സമ്മാനം അടിച്ച പാർട്ടി ഇതുവരെ ആരും വിളിച്ചിട്ടില്ല. ആരെങ്കിലുമൊക്കെ വിളിക്കുന്ന പ്രതീക്ഷയുണ്ടോ? വിളിക്കുമായിരിക്കാം, കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യാൻ. ഇന്ന് റിസൾട്ട് വന്നതല്ലേ ഉള്ളൂ, നോക്കിയിട്ട് ചിലപ്പോൾ ടിക്കറ്റ് സബ്മിറ്റ് ചെയ്തിട്ടായിരിക്കും വിളിക്കുന്നത്. നമ്മൾ വലിയ സമ്മാനമായതുകൊണ്ട് പുറത്ത് പറയത്തില്ല. ഈ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വന്നിരുന്നു, അപ്പോൾ അത്തരം ആളുകൾ എടുത്തു എന്നൊരു ഇതുണ്ട്. അല്ല, അത് ഇപ്പം ശബരിമല സീസണാണ്, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് തിരക്കുണ്ട്. ടൂറിസ്റ്റ് പ്ലേസ് ആണ്, ആരെടുത്തുണ്ടോ എന്ന് അറിയാൻ പറ്റത്തില്ല. പുറത്തും ആയിരിക്കാം, ഇവിടെ ആയിരിക്കാം, കേരളത്തിനകത്തും ആവാം, പുറത്തും ആവാം എന്നൊക്കെ അറിയാൻ പറ്റില്ല. അപ്പോൾ വലിയൊരു തുക കമ്മീഷനൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കുറേ വർഷങ്ങളായി തൊഴിൽ ചെയ്യുന്നു, എന്ത് തോന്നുന്നു? ഇനി 35 വർഷം കൊണ്ട് ഞാൻ ലോട്ടറി കച്ചവടമാണ് ചെയ്യുന്നത്. ഇത് ഒന്നാം സമ്മാനം ഇത് ആദ്യമായിട്ടാണ് അടിക്കുന്നത്, 20 കോടി. ഇതിലൊരു 10% കിട്ടും. അത് കുറച്ച് കമ്മീഷൻ ഇൻസ്റ്റാറിൽ എന്തെങ്കിലും കുറച്ച് എടുക്കും, അത് പറ്റും, ബാക്കി നമുക്ക് കിട്ടും. ഗോപികൃഷ്ണൻ എന്തായാലും അദ്ദേഹം പറയുന്നത് ഇതുവരെ ആരും ടിക്കറ്റ് ഒന്നാം സമ്മാനം അടിച്ച ആരും അദ്ദേഹത്തെ സമീപിച്ചിട്ടില്ല. ആരെങ്കിലുമൊക്കെ വരും ദിവസങ്ങളിൽ എത്തുമെന്നൊരു പ്രതീക്ഷയിലാണ് അദ്ദേഹം ഉള്ളത്. എന്തായാലും കഴിഞ്ഞ 36 വർഷത്തോളമായി ലോട്ടറി വിൽപ്പന നടത്തുന്ന വ്യക്തിയാണ് ദുരൈരാജ്. അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്, കാരണം ഇത്രയും വലിയൊരു സമ്മാനം ഇതുവരെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. ആദ്യമായാണ് അദ്ദേഹത്തിൻ്റെ കടയിൽ നിന്ന് വിൽക്കുന്ന ഒരു ലോട്ടറിക്ക് ഇത്രയും വലിയൊരു തുക കിട്ടുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കടയ്ക്ക് മുമ്പിൽ ലഡു വിതരണം നടക്കുന്നുണ്ട്. ഒരുപാട് അദ്ദേഹത്തിന്റെ പരിചയക്കാരും മറ്റും കടയിലേക്ക് വരുന്നുണ്ട്, സന്തോഷം പങ്കുവയ്ക്കുന്നു. അത്തരത്തിൽ വളരെ സന്തോഷകരമായ എന്തെങ്കിലും ഒരു ഓർമ്മയോ അദ്ദേഹത്തിന് എന്തെങ്കിലും സൂചനയുണ്ടോ? ഇതാരാണ് ഈ ഒന്നാം സമ്മാനം കിട്ടിയ ടിക്കറ്റ് വാങ്ങിക്കൊണ്ടു പോയതെന്ന കാര്യത്തിൽ എന്തെങ്കിലും ഓർമ്മ, എന്തെങ്കിലും സൂചനകൾ അദ്ദേഹത്തിനുണ്ടോ? നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ചു, പക്ഷേ ആര് ടിക്കറ്റ് വാങ്ങിയെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു ഓർമ്മയുമില്ല. കാരണം ഈ ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് തമിഴ്നാടുകാർ, കർണാടകയിൽ നിന്നുള്ള ഭക്തജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കടയിലെത്തി ടിക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആര് വാങ്ങിയെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഓർമ്മയില്ല. പക്ഷേ ആരെങ്കിലുമൊക്കെ കടയിലേക്ക് വരും, തന്നെ സമീപിക്കും, തനിക്കാണ് ഒന്നാം സമ്മാനം കിട്ടിയെന്ന രീതിയിൽ വരുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്, ഒരു വലിയ കമ്മീഷൻ തുക കിട്ടുന്നു. ഇത്രയും വർഷം 36ഓളം വർഷം അദ്ദേഹം ഈ ലോട്ടറി സംബന്ധിച്ച തൊഴിൽ ചെയ്ത് ആദ്യമായാണ് ഇത്രയും വലിയൊരു സമ്മാനം ലഭിക്കുന്നത്. അത് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം ഉൾപ്പെടെ ആ കാര്യത്തിൽ സന്തോഷമാണ്. അദ്ദേഹത്തിൻ്റെ കടയുടെ മുമ്പിൽ നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം കാണാം, തകൃതിയായി ലഡു വിതരണം ചെയ്യുന്നു. ഒരുപാട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും മറ്റും ലഡു വാങ്ങിക്കാനും സന്തോഷം പങ്കുവയ്ക്കാനും എല്ലാമായി കടയിലേക്ക് എത്തുന്നുണ്ട്. ആകെ മൊത്തത്തിൽ ഒരു സന്തോഷ കാഴ്ചയാണ് ഈ കടയ്ക്ക് മുമ്പിലുള്ളത്. ഇനി അറിയേണ്ടത് ആരാണ് ഈ ഭാഗ്യശാലി? അദ്ദേഹം ഈ കടയിലെത്തി സന്തോഷം പങ്കുവെക്കുമോ, അതോ ലോട്ടറി സർക്കാരിൽ നേരിട്ട് ലോട്ടറി വകുപ്പിൽ സമർപ്പിക്കുമോ എന്നുള്ള വിഷയമാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ തന്നെ ഈ ഒരു ഭാഗ്യശാലി എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ ദുരൈരാജ് ഉള്ളത്. എന്തായാലും വലിയ സന്തോഷമാണ് ഈ കടയെ സംബന്ധിച്ച്. വലിയൊരു സമ്മാനത്തുക ലഭിക്കുന്നു, അത് തിരുവനന്തപുരത്ത് ലഭിക്കുന്നു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞൊരു ഓണം ബെമ്പറെല്ലാം തിരുവനന്തപുരത്ത് ലഭിച്ചിരുന്നു, അനൂപിന് ലഭിച്ചിരുന്നു. ആ ഘട്ടത്തിലെല്ലാം വലിയ സന്തോഷമായിരുന്നു. അത് തിരുവനന്തപുരത്തേക്ക് വീണ്ടും ടിക്കറ്റ് തിരിച്ചു വന്നൊരു ഒന്നാം സമ്മാനം തിരിച്ചു വന്നൊരു സാഹചര്യമാണ് നിലവിൽ ഗോപികൃഷ്ണൻ ഉള്ളത്. എന്തായാലും ഇതുവരെ ഒന്നാം സമ്മാനം ലഭിച്ച ആളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, എവിടെയാണ്. സലീം മാലിക്കും എ വി ജയശങ്കറുമാണ് വിവരങ്ങൾ നൽകിയത്. ഒന്നാം സമ്മാനം കിട്ടിയത് XC224091 എന്ന ടിക്കറ്റിനാണ്. 20 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. പാലക്കാട്ടെ വിൻസ്റ്റാർ ലോട്ടറി ഏജൻസി തിരുവനന്തപുരത്തെ സബ് ഏജന്റിന് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത്. 2 ആഴ്ച മുൻപ് പാലക്കാട്ട് നിന്ന് ദുരൈരാജ് എന്ന സബ് ഏജന്റാണ് ടിക്കറ്റ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത്. ആരാണ് ഈ ഭാഗ്യശാലി എന്ന് ഇപ്പോഴും സൂചനകൾ ലഭ്യമായിട്ടില്ല. സലീം മാലിക്കും എ വി ജയശങ്കറും അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്, നമുക്കറിയാം, പ്രസവം നിർത്തൽ ശസ്ത്രക്രിയക്കിടെ യുവതി മരിച്ച സംഭവം വലിയ വിവാദമായിരുന്നു കേരളത്തിൽ. ആശാ ശരത് ആയിരുന്നു ആ സ്ത്രീ. ആശാ ശരത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 24 ലഭിച്ചിട്ടുണ്ട്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ശസ്ത്രക്രിയയിൽ സങ്കീർണതകൾ ഉണ്ടായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. സങ്കീർണതകൾ കാരണം ഹൃദയാഘാതമുണ്ടായി, ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചു. ഇതാണ് ആശാ ശരത്തിനെ മരണത്തിലേക്ക് നയിച്ചത്. ബന്ധുക്കളുടെയും ആരോപണം ഇതായിരുന്നു. ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നതായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടാണ് 31-കാരിയായ ആശാ ശരത്ത് ശസ്ത്രക്രിയക്കിടെ മരിക്കുന്നത്. ആശാ ശരത്തിന്റെ മരണ വാർത്ത ആദ്യം പുറത്തുവിട്ടതും 24 ആയിരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളും കൂടി പുറത്തുവരുന്നു. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ശസ്ത്രക്രിയയിൽ സങ്കീർണതകൾ ഉണ്ടായിരുന്നു, അതിനെ തുടർന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണത്തിന് കാരണം എന്നാണ്. പ്രസവം നിർത്തൽ ശസ്ത്രക്രിയക്കിടെ ആശാ ശരത്ത് മരിച്ച സംഭവത്തിൽ ബന്ധുക്കൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. അതിനെ തുടർന്നാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിധേയമാക്കിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 24 ലഭിച്ചിരിക്കുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് ശസ്ത്രക്രിയക്കിടയിൽ ധാരാളം സങ്കീർണതകൾ ഉണ്ടായിരുന്നു എന്നാണ്. ആ സങ്കീർണതകൾ ഹൃദയാഘാതത്തിലേക്ക് നയിച്ചു, അതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത് എന്നാണ്.
മനീഷ് മഹിപാൽ ആണ് ഈ വിവരം ഇപ്പോൾ നമുക്ക് തരുന്നത്. 24-ന് ലഭിച്ചിരിക്കുന്നത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ്. അതിൽ നമുക്കതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ ഒന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് സർജിക്കൽ വൂണ്ട്സ് എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ദ സ്കൾ ആൻഡ് സ്കാൽപ്പ് വെർ ഇൻടാക്ട്, ദ ബ്രെയിൻ വെയ്ഡ് 1078 ഗ്രാംസ്, അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം പറയുകയും അതേസമയം തന്നെ ഇതിൽ ഈ ഹൃദയാഘാതം ഉണ്ടാകാൻ ഇട വന്നത് ഈ ശസ്ത്രക്രിയയിലെ സങ്കീർണതയാണ് എന്ന് കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് പോസ്റ്റ്മോർട്ടത്തിൽ. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കണം. മനീഷ് മഹിപാൽ അല്പസമയത്തിനകം തന്നെ ഈ വാർത്തയുടെ പൂർണ്ണമായ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരും. നമുക്കറിയാം, ആശ മരിക്കുന്നത് പ്രസവ നിർത്തൽ ശസ്ത്രക്രിയ നടക്കുന്നതിനിടയിലാണ്. അതിൻ്റെ സങ്കീർണതകൾ സംബന്ധിച്ച വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്നു. ആശാ ശരത്തിന്റെ മരണവാർത്ത നമ്മളെ അക്ഷരാർത്ഥത്തിൽ വേദനിപ്പിക്കുന്നതായിരുന്നു. ഇത് തുടങ്ങണമെന്ന് പറഞ്ഞ അതേ ആൾക്കാർ തന്നെ നിയോഗിച്ച കേസിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ദ ഡിസീസ്ഡ് ഡൈഡ് ഓഫ് ഇൻട്രാ ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻസ് ഓഫ് ലാപ്രോസ്കോപ്പിക് സ്റ്റെറിലൈസേഷൻ. ഈ ലാപ്രോസ്കോപ്പിക് സ്റ്റെറിലൈസേഷൻ്റെ കോംപ്ലിക്കേഷൻ മൂലമുണ്ടായ മരണമാണെന്ന് ക്ലിയർ കട്ടായിട്ട് നമുക്കിതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ മരണത്തിലേക്ക് ഈ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്ന ഇവർ ഈ സംഭവം പറയുന്നതിലേക്ക് നയിച്ച കാരണമാണ് ഈ ഉണ്ടായ ഒരു കോംപ്ലിക്കേഷൻ മൂലമാണ് ഇതിനകത്ത് ഇത് നമുക്ക് തന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ ഈ സർക്കാരിൻ്റെ ആൾക്കാരും അല്ലെങ്കിൽ ഈ പറയുന്ന ഹോസ്പിറ്റലിൻ്റെ അനാസ്ഥയും, ഈ WC ഹോസ്പിറ്റലിൻ്റെ അനാസ്ഥ മൂലമാണ് ഈ ഡെത്ത് സംഭവിച്ചിരിക്കുന്നത്. ഈ WC ഹോസ്പിറ്റലിൻ്റെ ഈ ഡോക്ടറിനെ ഈ പറയുന്ന ഈ ഗൈനക്കോളജിസ്റ്റും ഈ പറയുന്ന അനസ്തേഷ്യോളജിസ്റ്റും ഈ 2 ഡോക്ടർമാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു വലയം തന്നെ ഇവരൊരു ഗ്രൂപ്പ് ആയിട്ട് നടത്തിയിട്ടുണ്ട്. അതിനെ നമ്മൾ പൊളിച്ചടുക്കി ഇപ്പം. അപ്പോൾ അതുപോലെ തന്നെ ഈ ബോർഡ് മീറ്റിംഗ്, അതായത് മെയിനായിട്ട് ഇനിയും വരുന്ന 5 അംഗ ഡോക്ടർമാരുടെ ഒരു ബോർഡ് മീറ്റിംഗ് ഇതിലുണ്ട്. ആ 5 അംഗ ബോർഡ് മീറ്റിങ്ങിനകത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള പല കേസുകളിലും ഇതിന് വഴിത്തിരിവിലേക്ക് നയിച്ചിട്ടുള്ള ഡോക്ടർ കൃഷ്ണൻ സാർ, ഞങ്ങൾക്ക് ഫോറൻസിക് സർജൻ, അതായത് പോലീസിൻ്റെ ഫോറൻസിക് സർജനെ നേതൃത്വത്തിൽ ഇതിന് അടുത്ത സംഭവങ്ങൾ അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അപ്പോൾ അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുള്ള 4 പേരെ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരിതും കൂടെ നമുക്ക് തരണമെന്ന് നമ്മൾ കളക്ടറിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതും കൂടെ നടക്കുന്നുണ്ട്. പിന്നെ ബാക്കി ഇത് ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ, അതായത് നേരത്തെ ഓപ്പറേഷൻ നടത്തുമെന്ന് പറഞ്ഞ ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു, ഒരു ലേഡി ആയിരുന്നു. പിന്നെ ആ സമയമായപ്പോഴേക്കും ആ ഗൈനക്കോളജിസ്റ്റ് അല്ല വന്നത്, വേറെ ഡോക്ടറായിരുന്നു. ഒപ്പം ഉണ്ടായിരുന്ന ആളുകളൊക്കെ മാറി, ആശ മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഞാൻ എന്നെ 2 ദിവസം മുമ്പ് വിളിച്ച സമയത്ത് ഈ ഒരു 18-ാം തീയതി 17-ാം തീയതി തന്നെ എന്നെ വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞത് മറ്റേ അപ്പോയിൻമെൻ്റ് എടുത്തില്ലേ, അപ്പോയിൻമെൻ്റ് എടുത്ത സമയത്ത് ഞാൻ ചോദിച്ചു ആരാണ് ഡോക്ടർ എന്ന് വെച്ചാൽ പറഞ്ഞു ലേഡി ഡോക്ടറാണ്. പേര് പറഞ്ഞിട്ടില്ല, ലേഡി ഡോക്ടറാണ് പറഞ്ഞത്. ആ ഒരു കാര്യം പറഞ്ഞതിന് ശേഷമാണ് ഇവർ പോകുന്നത്. പക്ഷെ പോയ അന്ന് ഈ കുട്ടപ്പൻ എന്ന് പറഞ്ഞ ഡോക്ടറാണ് അവിടെ ഉണ്ടായിരുന്നത്, ആ ലേഡി ഡോക്ടറല്ല. പക്ഷേ ഒരാളെ സർജറി ചെയ്തില്ല ആ ഹോസ്പിറ്റലിൽ. 5, 6, 7 പേരോ മാത്രം ഉണ്ടെങ്കിൽ സർജറി ചെയ്യത്തുള്ളൂ. പക്ഷേ ഇവർ പോയ സമയത്ത് ആശ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ആൾക്കാരൊന്നും ഇല്ല. ചോദിക്കുമ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ഓരോ അസൗകര്യം കൊണ്ടിട്ടാണ് മറ്റുള്ളവർ വരാഞ്ഞത്. പക്ഷേ ഞങ്ങൾക്കിപ്പം തോന്നുന്നത് ഈ ഡോക്ടർ ഇല്ല, ഈ ലേഡി ഡോക്ടർ മാറിയത് കൊണ്ടാണ് മറ്റുള്ളവരൊക്കെ ഡേറ്റ് മാറ്റിയത്. പക്ഷേ അന്ന് ഇവിടെ ചെന്ന സമയത്തേക്ക് അറിഞ്ഞത്. പിന്നെ അന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഇതുപോലെ തന്നെ നേരത്തെ ഇതുപോലെ ഞങ്ങൾ ബുക്ക് ചെയ്ത സമയത്ത് ഈ ഡോക്ടർ ലീവായിരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ചിലപ്പോൾ ഇനി അതുകൊണ്ടായിരിക്കും ഇനി ചെയ്തത് തന്നെ. ഈ ഡോക്ടർ പിന്നെ മാറിയിട്ട് പിന്നെ ചെയ്യാൻ പോയത് അതുകൊണ്ടായിരിക്കും. ഇല്ല, അതായത് നമുക്കിപ്പോൾ മെയിനായിട്ട് എനിക്കിപ്പോൾ ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളോടും കളക്ടർ സാറിനോടും മാത്രമാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇടപെടൽ മൂലമാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഇടപെടൽ മൂലമാണ് നമുക്ക് ഇതുപോലൊരു വിധി ഉണ്ടായ ഒരു കാരണം. അപ്പോൾ അതിലേക്ക് നമ്മൾ പറയുന്നത് ഈ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനായിട്ട്, അതായത് ഈ മെഡിക്കൽ കോളേജിനുള്ള ആൾക്കാരെ ഒരു കാരണവശാലും ഞങ്ങളത് അനുവദിക്കുന്ന സംഭവമല്ല. അതിന് വേണ്ടിയിട്ട് നിയമപരമായിട്ട് എന്ത് പോരാട്ടം, അതായത് ഈ സംഭവം ജയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു നീതി വേണം. ഈ വരുന്ന ആൾക്കാർക്ക് ഇനി ഈ ജീവിതത്തിൽ നമുക്ക് ഇതുപോലത്തെ ഒരു നഷ്ടം ഉണ്ടാകാനായിട്ട് പാടില്ല. അതിന് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പോയി. പക്ഷേ ഇനി ഒരു ബാക്കി ഇങ്ങനെ സംഭവിക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്ത് കുറേ ആൾക്കാർ, കുറേ പെൺകുട്ടികൾ ഉണ്ട്, വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അവർക്കൊന്നും ഇനി ഈ ഒരു ഗതി വരാൻ പാടില്ല. കാരണം ഈ ആലപ്പുഴയിൽ ഈ ഒരു ഹോസ്പിറ്റലേ ഉള്ളൂ ഇത് ചെയ്യുന്നത്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത ഇതേപോലെ തന്നെ കുറേ ആൾക്കാർ ഇനി വെയിറ്റിങ്ങിലുണ്ട്, അറിയാവോ? ഇപ്പം എൻ്റെ തന്നെ 2 പിള്ളേരാണ്. ഇളയാക്ക് ആണെങ്കിൽ ചൂട് കൂടുമ്പോഴത്തേക്ക് ഒരു 6 month ഇത് വരും.
അതാകുമ്പോഴത്തേക്ക് രാത്രി ആകുമ്പോഴത്തേക്ക് ഈ ഉറക്കുളച്ച് വേണം നിൽക്കാനൊക്കെ ആ കുഞ്ഞിൻ്റെ ഒക്കെ നിൽക്കാനായിട്ട്. എന്നാലും ചോദിക്കും ഇപ്പോൾ ഇവിടെ അച്ഛനും അമ്മയും ഞാനും പിള്ളേർ ഇനിയിപ്പോൾ ഞാൻ പോയി കഴിയുമ്പോഴത്തേക്കാണ് എന്നാലും ചോദിക്കുക. ഞാൻ വർക്ക് ചെയ്യുന്നത് USA അവിടെ നിന്ന് ഇവിടം വരെ വരണമെങ്കിലും ഒന്ന് ആലോചിക്കുക. ഇത് തന്നെ എൻ്റെ ഒരു ഭാഗ്യം കൊണ്ടിട്ടാണ് അടുത്തൊരു പോട്ട് കിട്ടി അവിടെ നിന്ന് ഞാൻ വരാൻ പറ്റിയത്. ഇനിയിപ്പോൾ ഈ പിള്ളേരെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ പോകുന്ന കാര്യം ആലോചിക്കുക. ഇപ്പം തന്നെ കൊച്ചി ഇപ്പം എൻ്റെ പുറകെ നല്ല മാറത്തില്ല അയാൾ. ത്തിന്റെ ഭർത്താവും ബന്ധുക്കളും ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. ഇപ്പം നമ്മൾ നോർമലായിട്ട് എടുത്തിരിക്കുന്നത് ഇപ്പം 178 പ്രകാരമാണ് ഇപ്പം നമുക്ക് നോർമലായിട്ടുള്ള ഇത് വന്നിരിക്കുന്നത്. നമ്മളിതിനകത്ത് അശ്രദ്ധ മൂലമുള്ള മരണം അത് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് വകുപ്പ് വരേണ്ടത്. ആ വകുപ്പ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് തന്നെ കേസ് മുന്നോട്ട് പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതിന് ബന്ധപ്പെട്ട അധികാരികൾ അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മുടെ ആരോഗ്യമന്ത്രി അടക്കമുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്നലെ വന്ന ആൾക്കാർ, ഇന്നലെ MP അങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ ഇവിടെ വന്നു. അപ്പോൾ അവർ പറയുന്നത് പനിയാണ് ആരോഗ്യമന്ത്രിക്ക്, അതുകൊണ്ടാണ് ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റാത്തത് എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു. പക്ഷേ നമുക്ക് ഇതൊരു നീതി കിട്ടണം. അതിന് ബഹുമാനപ്പെട്ട മന്ത്രി ഇതിലേക്ക് വരണം, നമുക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു തരണം എന്നുള്ളതാണ് നമ്മുടെ ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. ഉണ്ട്. ഞങ്ങൾ ഇത് ഓൾറെഡി FIR രജിസ്റ്റർ ചെയ്ത കേസാണ്. പക്ഷേ FIR രജിസ്റ്റർ ചെയ്തിട്ട് ഇന്ന് ഈ നിമിഷം വരെ ഒരാൾ പോലും ഇവിടെ വന്നിട്ടില്ല. നമ്മളോട് ഒരു എൻക്വയറി നടത്താൻ വേണ്ടി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും വന്നിട്ടില്ല. FIR രജിസ്റ്റർ ചെയ്തിട്ട് ഇത്രയും ദിവസമായിട്ട് പോലും എന്താണ് ഇതിൻ്റെ കാരണങ്ങളെന്ന് അന്വേഷിക്കാനായിട്ട് നമ്മളൊക്കെ ഇതുമായിട്ട് ആരും വന്നിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. നേരത്തെ ചികിത്സാ പിഴവ് മൂലമാണ് ആശാ ശരത്തിന്റെ മരണം സംഭവിച്ചത് എന്ന ആക്ഷേപവും ആരോപണമായിരുന്നു ബന്ധുക്കൾക്കുള്ളത്. അത് ശരിവെക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളിലേക്ക് പോസ്റ്റ്മോർട്ടം കടന്നിരിക്കുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. ദ ഡിസീസ്ഡ് ഡൈഡ് ഓഫ് ഇൻട്രാ ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻ ഓഫ് ലാപ്രാസ്കോപ്പിക് സ്റ്റെറിലൈസേഷൻ. അതായത് ഇത് ഈ ശസ്ത്രക്രിയയുടെ സങ്കീർണതകളിൽപ്പെട്ടാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. അതിനെ തുടർന്ന് കാർഡിയാക് അറസ്റ്റും ആൻഡ് സബ്സിക്വന്റ് മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷനും ആന്തരിക അവയവങ്ങൾ പ്രവർത്തനരഹിതമാവുകയും ചെയ്തു. അതാണ് ആശാ ശരത്തിന്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് ഗുരുതരമായ ചികിത്സാ പിഴവാണ് ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് എന്ന ബന്ധുക്കളുടെ ആരോപണം ശരിവെക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് മനസ്സിലാക്കണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ 24 ലഭിച്ചു. അതിന്റെ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടത് ആശയുടെ ഭർത്താവും ബന്ധുക്കളും മാധ്യമങ്ങളോട് പറയുന്ന കാര്യങ്ങളാണ് കേട്ടത്. ഇനി നമുക്ക് മനീഷ് മഹിപാലിന്റെ റിപ്പോർട്ടിലേക്ക് പോകാം. മനീഷ്, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആശാ ശരത്തിന്റെ മരണകാരണമായി പറയുന്നത് ശസ്ത്രക്രിയയിലെ സങ്കീർണതകൾ എന്നാണല്ലോ. അതിനെ തുടർന്ന് ഹൃദയാഘാതവും പിന്നീട് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി എന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ബന്ധുക്കൾ, പ്രത്യേകിച്ച് ആശായുടെ ഭർത്താവ് എന്താണ് പറഞ്ഞത്? ഗോപികൃഷ്ണൻ, അതായത് ബന്ധുക്കളുടെ ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ പോസ്റ്റ്മോർട്ടത്തിൽ സങ്കീർണതകൾ ഉണ്ടായി, സർജറിക്കിടെ സങ്കീർണതകൾ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ആ സങ്കീർണതകളാണ് പിന്നീട് ഹൃദയാഘാതം, ഒപ്പം തന്നെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുക അടക്കമുള്ള കാര്യങ്ങൾ. നിരവധി ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിച്ചു. തലച്ചോറിൽ നീർക്കെട്ടുണ്ടായി, ഹൃദയാഘാതമുണ്ട്. ഇതിലേക്കൊക്കെ വഴി വെച്ചത് ഈ ഇത്തരത്തിൽ സർജറിക്ക് ഇടയുണ്ടായ സങ്കീർണതകളാണ്. പക്ഷേ ആ സമയത്ത്, അതായത് ഡിസംബർ 25-നാണ് ആദ്യം ഓപ്പറേഷൻ സർജറി, ഈ താക്കോൽ ദ്വാര സർജറി നിശ്ചയിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ആ തീയതി മാറ്റി. ഈ 2 തവണയും സർജറിക്ക് വിധേയമായ സമയത്തും എല്ലാ തരത്തിലുള്ള ടെസ്റ്റും, അതായത് ഈ സർജറിക്ക് മറ്റ് സങ്കീർണതകൾ ഒഴിവാക്കാൻ, കാരണം താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വലിയ സങ്കീർണതകളില്ലാത്ത ഒരു സാധാരണ എപ്പോഴും ചെയ്യുന്ന ഒരു മൈനർ ഓപ്പറേഷനാണ്. സങ്കീർണതകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് അത്തരം ടെസ്റ്റുകളൊക്കെ തന്നെ നടത്തുക. അങ്ങനെ 2 വട്ടവും ആശാ ശരത്ത് ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തിയതാണ്. ആ നടത്തിയതിനു ശേഷമാണ് നിലവിൽ സർജറിക്ക് വേണ്ടി
വന്നത്. പക്ഷേ അപ്പോഴും ആശയെ ചികിത്സിച്ചിരുന്ന, സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്ന, ആശ കൺസൾട്ട് ചെയ്തിരുന്ന ഡോക്ടർ അവിടെ ഇല്ലായിരുന്നു. മറ്റൊരു പുരുഷ ഡോക്ടറായിരുന്നു ആശയുടെ ആ സർജറിക്ക് നേതൃത്വം നൽകിയത്. ആ സമയത്താണ് സർജറിക്കിടെ സങ്കീർണത ഉണ്ടായി. ഒപ്പം തന്നെ ബന്ധുക്കൾ ആരോപിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം ആ കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ, കാരണം അത് ആശയുടെ മരണത്തിലേക്ക് നയിച്ചതിൽ ഈ ആശുപത്രിയിൽ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നതിൽ വലിയ കാലതാമസം നേരിട്ടു. ആ സമയത്ത് ആശയ്ക്ക് അസ്വസ്ഥത ഉണ്ടായ സമയത്ത്, ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായ സമയത്തൊക്കെ തന്നെ മറ്റൊരു പ്രധാന ചികിത്സ നൽകുന്നതിന്, വിദഗ്ധ ചികിത്സ നൽകുന്നതിന് വേണ്ടി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ 1 മണിക്കൂറിലധികം സമയം ആലപ്പുഴയിലെ വനിതാ ശിശു ആശുപത്രിയിൽ ചിലവിട്ടു. വനിതാ ശിശു ആശുപത്രിയിലാണ് ഈ ഓപ്പറേഷൻ നടന്നത്, ഈ സർജറി നടന്നത്. അവിടുത്തെ ഡോക്ടർമാരുടെ വലിയ വീഴ്ച തന്നെയാണ് ഈ ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഈ ഇത്തരത്തിൽ ഹൃദയാഘാതവും തലച്ചോറിൽ നീർക്കെട്ടും ആന്തരിക അവയവങ്ങളിലടക്കം അതിനെ ബാധിക്കുന്ന തരത്തിലേക്ക് വന്നത് ഈ സർജറിയിലെ സങ്കീർണതയാണ്. അതിനെ നമുക്ക് ചികിത്സാ പിഴവ് എന്ന് തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. ഇനി ഇതിനെ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ കാര്യങ്ങളെ പറ്റി വിശദീകരിക്കേണ്ടത് ഡോക്ടർമാർ തന്നെയാണ്, അല്ലെങ്കിൽ ആരോഗ്യ മന്ത്രാലയം തന്നെയാണ്. ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രി അടക്കം ഇടപെട്ടിട്ടില്ല. ആരോഗ്യമന്ത്രിക്ക് പനിയാണ് എന്നുള്ള ഒരു വിശദീകരണമാണ് ഇവർക്ക് ബന്ധുക്കൾക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇടപെടുമായിരിക്കും. ഇത് സംബന്ധിച്ച് ഇനി ഡോക്ടർമാർ അന്വേഷിക്കണം. ഡോക്ടർമാരുടെ പ്രത്യേക മെഡിക്കൽ ടീം രൂപീകരിച്ച ശേഷം ഇത് സംബന്ധിച്ച് എന്താണ് സംഭവിച്ചത്, ഈ സങ്കീർണതകൾ ഉണ്ടാകാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പാകപ്പിഴവുകൾ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടായി അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന ആവശ്യമാണ് നിലവിൽ ഈ ബന്ധുക്കൾക്കുള്ളത്. എന്താണെങ്കിലും ഈ വാർത്ത ആദ്യം പുറത്തുവിടുന്നത് 24 ആണ്. ആശ മരിക്കുന്നത് ശനിയാഴ്ച വൈകിട്ടാണ്. അന്ന് തന്നെ ഈ വാർത്ത ആദ്യം പുറത്തേക്ക് വിടുന്നത് 24-ലൂടെയാണ്. ആ ഒരു വിഷയത്തിലാണ് നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വലിയ പിഴവുണ്ടെന്ന രീതിയിൽ തന്നെ സങ്കീർണതകൾ ഓപ്പറേഷനിൽ ഉണ്ടായി എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഗോപി, ശരി. ആലപ്പുഴയിൽ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയക്കിടെ മരിച്ച ആശാ ശരത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ശസ്ത്രക്രിയയിൽ സങ്കീർണതകൾ ഉണ്ടായെന്നും തുടർന്ന് ഹൃദയാഘാതം ഉണ്ടായെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് 31-കാരിയായ ആശാ ശരത്ത് മരിച്ചത്. ബന്ധുക്കൾ ഗുരുതരമായ ചികിത്സാ പിഴവ് ആരോപിച്ച് രംഗത്ത് വന്നിരുന്നു. അവരുടെ ആരോപണങ്ങൾ ശരിവെക്കുന്നു എന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ നമ്മളോട് പറയുന്നത്. മനീഷ് മഹിപാൽ അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ബന്ധുക്കൾ, ആശയുടെ ഭർത്താവും ബന്ധുക്കളും ഇപ്പോൾ മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. ആരോഗ്യമന്ത്രി ഈ കാര്യത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും നീതി ഉറപ്പാക്കണം തങ്ങൾക്കെന്നുമുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ വിഷയം സംബന്ധിച്ച് അവർക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ, ആരോഗ്യമന്ത്രിക്ക് ഇപ്പോൾ പനിയായതുകൊണ്ടാണ്, അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകും എന്ന് ഉറപ്പ് അവർക്ക് ലഭിച്ചു എന്നും മാധ്യമങ്ങളോട് അവർ വിശദീകരിച്ചിട്ടുണ്ട്. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് സംഭവിച്ച മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മമതാ ബാനർജി. ഇന്ത്യ സഖ്യവുമായി നടന്ന സീറ്റ് ചർച്ച പരാജയപ്പെട്ടു. മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെല്ലാം മമത തള്ളി. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് തന്നെ ക്ഷണിച്ചില്ലെന്നും മമതാ ബാനർജി പറഞ്ഞു. അതേസമയം സീറ്റ് വിഭജനത്തിൽ തൃണമൂൽ കോൺഗ്രസുമായുള്ള തർക്കം ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പ്രതികരിച്ചു. ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷിയാണ് തൃണമൂൽ കോൺഗ്രസ്. BJPയെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും മമതാ ബാനർജി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ജയറാം രമേശ് വിശദീകരിച്ചു. ആശയക്കുഴപ്പമുണ്ടെങ്കിൽ മമതാ ബാനർജിയുമായി സംസാരിച്ച് പരിഹരിക്കുമെന്നും ബംഗാളിലും ഇന്ത്യയിലും ഇന്ത്യ സഖ്യം ഉണ്ടാകും എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പറഞ്ഞു. മമതാ ബാനർജിയെ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ക്ഷണിച്ചിരുന്നുവെന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. ബൽറാം, ഈ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ മറ്റൊരു ലക്ഷ്യം എല്ലാ പ്രദേശങ്ങളിലും ഇന്ത്യ സഖ്യത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് കൂടിയാണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ മണിപ്പൂരിലൊക്കെ CPM നേതൃത്വം, പ്രാദേശിക നേതൃത്വം കൊടി പിടിച്ചുകൊണ്ടാണ് അവർക്ക് സ്വീകരണം നൽകിയത്. പക്ഷെ ബംഗാളിൽ മമതാ ബാനർജി വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കുകയാണല്ലോ. തൃണമൂൽ ഒരു തരത്തിലും ഇന്ത്യ സഖ്യത്തിനൊപ്പം ഇല്ല എന്നാണോ, കോൺഗ്രസിനെയാണോ മമത ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നത്? ഗോപികൃഷ്ണൻ, ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മമതാ ബാനർജി ബംഗാളിൽ ഇന്ത്യ സഖ്യമില്ല എന്നും തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കും എന്നും വ്യക്തമാക്കിയത്. തൃണമൂൽ കോൺഗ്രസുമായി ആണ് ബംഗാളിൽ സീറ്റ് ചർച്ചകൾ നടത്തിയത്. തൃണമൂലുമായി ചേർന്ന് മത്സരിക്കാൻ ഇല്ല എന്ന് CPM നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മമതാ ബാനർജി 2 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് നൽകാൻ തയ്യാറായത്. ഇത് അംഗീകരിക്കാൻ കോൺഗ്രസിന്റെ സംസ്ഥാന ഘടകം തയ്യാറായില്ല. തുടർന്ന് ഇത്തരത്തിൽ സഖ്യം വേണ്ട എന്ന നിലപാടിലേക്ക് സംസ്ഥാന ഘടകം എത്തുകയായിരുന്നു. ഇക്കാര്യം തൃണമൂൽ നേതൃത്വത്തെ അറിയിച്ചതോടുകൂടിയാണ് മമതാ ബാനർജി എങ്കിൽ പിന്നെ സഖ്യം വേണ്ട എന്നൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. മമതയുടെ വാക്കുകൾ എന്നുള്ളത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി പോലും നിൽക്കണോ എന്ന കാര്യത്തിൽ ആലോചന വേണം എന്ന തരത്തിലായിരുന്നു മമതയുടെ വാക്കുകൾ. ബംഗാളിൽ എന്തായാലും സഖ്യമില്ല. മറ്റ് ദേശീയ തലത്തിലുള്ള സഖ്യത്തിന്റെ കാര്യത്തിൽ
തിരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനം എന്നാണ് മമത വ്യക്തമാക്കിയിരിക്കുന്നത്. മമതാ ബാനർജി മുന്നോട്ട് വെച്ച ഉപാധി എന്നുള്ളത് 3 സീറ്റുകൾ വരെ നൽകണം എങ്കിൽ അസമിലും മേഘാലയയിലും 3 സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസിന് നൽകണം എന്നുള്ളതാണ്. അത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചതോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. അതും ഭാരത് ജോഡോ ന്യായ് യാത്ര അടുത്ത ദിവസങ്ങളിൽ ബംഗാളിലേക്ക് പ്രവേശിക്കാൻ ഇരിക്കെയാണ് മമത ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. മമതയെ അടക്കമുള്ള പാർട്ടികളെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ഭാരത് ജോഡോ ന്യായ് യാത്രയെ പ്രതിപക്ഷത്തിന്റെ ഒരു ഐക്യയാത്ര കൂടി മാറ്റാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. അതിനിടെയാണ് ഈ വലിയ തിരിച്ചടി. എങ്കിൽ പോലും ഇപ്പോഴും വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട് കോൺഗ്രസ് എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാക്കുന്നത്. കനയ്യകുമാറും ജയറാം രമേശും KC വേണുഗോപാലും വിശദീകരിച്ചത് ഇക്കാര്യത്തിൽ മമതയെ ഭാരത് ജോഡോ ന്യായ് യാത്രയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഒപ്പം തന്നെ സഖ്യത്തിന്റെ കാര്യത്തിൽ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന പ്രതീക്ഷയാണ് ജയറാം രമേശ് പങ്കുവയ്ക്കുന്നത്. എന്നാൽ മമതാ ബാനർജി ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് തന്നെയാണ് തൃണമൂൽ കേന്ദ്രങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. മമത എന്നാൽ കോൺഗ്രസ് നിലവിൽ ജയിച്ച 2 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ മാൾഡ സൗത്ത്, ഒപ്പം തന്നെ അധിർ രഞ്ജൻ ചൗധരിയുടെ മണ്ഡലം, ഈ 2 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് തൃണമൂൽ എത്തിയിരിക്കുന്നു. മറ്റൊരിടത്തും സഖ്യം വേണ്ട, ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് നിലവിൽ തൃണമൂൽ കോൺഗ്രസിന്റെ തീരുമാനം. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തൃണമൂൽ കോൺഗ്രസുമായി ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കം തുടരുന്നു. മമതാ ബാനർജി ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണവും വരുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ആത്മഹത്യയിൽ അനങ്ങാതെ പോലീസ്. മകളുടെ ആത്മഹത്യയിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനും സഹപ്രവർത്തകനായ APPക്കും പങ്കെന്ന് കൊല്ലം പരവൂരിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ S. അനീഷയുടെ മാതാവ് 24-നോട് പറഞ്ഞു. മകൾ നേരിട്ട കടുത്ത മാനസിക പീഡനമാണെന്നും മാതാവ് പറയുന്നു. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നാണ് പ്രതീക്ഷയെന്നും അനീഷയുടെ സഹോദരൻ അനൂപും പറഞ്ഞു. സംഭവം പ്രത്യേക സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കൊല്ലം പരവൂരിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ S. അനീഷയുടെ ആത്മഹത്യയിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനും സഹപ്രവർത്തനായ APPക്കുമെതിരെ ഗുരുതര ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. മകളെ വിളിച്ചു വരുത്തി ഈ മാസം 19-ന് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ അപമാനിച്ചുവെന്നും മാനസികമായി പീഡിപ്പിച്ചുവെന്നും അനീഷയുടെ മാതാവ് 24-നോട് പറഞ്ഞു. കൊല്ലത്തുള്ള DDPയുടെ കാര്യമാണ് എന്നോട് പറഞ്ഞത്. ആ DDP അന്ന് ഒരുപാട് ആക്ഷേപിക്കുകയും മാനസികമായിട്ട് തകർത്തു കളയും. അന്നത്തെ ദിവസമാണ് അവള് തീർത്തും തകർന്നു പോയത്. അവർക്ക് ജോലി ചെയ്യാൻ വയ്യാത്തോണ്ട് അവർ മുങ്ങി നടക്കും. ഞങ്ങൾക്ക് നീതി കിട്ടണം, ഇങ്ങനെ എന്റെ കൊച്ചിനെ ഉപദ്രവിച്ചവർക്ക് അതിന് ശിക്ഷ കിട്ടണം. ഓഫീസിൽ നിന്ന് കടുത്ത മാനസിക സമ്മർദ്ദവും മകൾ അനുഭവിച്ചിരുന്നു. സഹോദരിക്ക് ഏൽക്കേണ്ടി വന്നത് ഗുരുതര മാനസിക പീഡനമെന്ന് സഹോദരൻ അനൂപും പറഞ്ഞു. കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷയെന്നും സഹോദരൻ. നമ്മളിതിന്റെ ഒരു പോസിറ്റീവ് റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. പോലീസ് സിൻസിയറായിട്ട് തന്നെ ഇതിന് ആത്മാർത്ഥമായി ഇടപെടുകയും ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതേസമയം സംഭവത്തിലെ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. സംഭവം സർക്കാർ അതീവ ഗൗരവത്തോടെ കാണണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ആത്മഹത്യയിൽ ആരോപണ വിധേയരായ മേലുദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കൊല്ലം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോടതി നടപടികൾ ബഹിഷ്കരിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണവും തുടരുകയാണ്. 24 കൊല്ലം. കരടിക്കായി തിരച്ചിൽ. വയനാട് വെള്ളമുണ്ടയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടിക്കായി തിരച്ചിൽ തുടരുകയാണ്. ഇന്നലെ രാത്രി ചേരിയംകൊല്ലിയിലും കാരക്കാമലയിലും എത്തിയ കരടി നിലവിൽ പനമരം മേഖലയിലാണുള്ളത്. കാരക്കാമല മാങ്കാണിയിലെ വീട്ടിൽ നിന്ന് പഞ്ചസാര പാത്രം കരടി കൊണ്ടുപോയി. പ്രദേശത്തെ കട കരടി നശിപ്പിച്ചു. പാലിയാണയിലെ വീട്ടുമുറ്റത്തും പനമരത്തും കരടി എത്തിയതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതിരാവിലെ വരുമ്പോൾ ഈ കട തുറക്കാൻ വേണ്ടി നോക്കുമ്പോൾ വാതിൽ ചവിട്ടി പൊളിച്ച് അങ്ങോട്ട് മറച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനാകെ ഭയന്നു പോയി, ഇത് കള്ളം കയറി എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയെന്ന്. അപ്പോൾ ഉള്ളിൽ കയറി നോക്കുമ്പോൾ ഭക്ഷണ സാധനങ്ങൾ, സവാള, തക്കാളി, കുറച്ച് ജ്യൂസുകളുടെ പാക്കറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ വാരി വിതറി അതിലൊക്കെ കുറച്ച് തക്കാളിയൊക്കെ എടുത്ത് കഴിച്ചിട്ട് അതിലൊക്കെ ഇതായി വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ ഇതാരപ്പോൾ ഇങ്ങനെ ഇന്ന് ഇതിൽ നോക്കുമ്പോൾ അങ്ങനെയാണ് ഇത് കരടി താഴെ വന്നു. പിന്നെ ഇന്നലെ രാത്രി ഒരു 9:30 സാധാരണ കട അടയ്ക്കുന്നത്. ആ കട അടയ്ക്കുന്ന അവസരത്ത് അടച്ച് ഇതിൽ പോകുമ്പോൾ ഒരു വലിയൊരു ഇതുപോലെ പോകുന്ന കണ്ടിരുന്നു. അപ്പോൾ നമ്മളാകെ ഭയന്നോ, ഇതുവരെ കാണാത്തൊരു സംഭവമാണ്. അപ്പോൾ കരടി തന്നെയാണ് എന്നുള്ളതാണ് ഇതൊരു വ്യക്തമായിട്ട്. കരടിയെ മയക്കുപിടി വെച്ച് പിടികൂടാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. അതിനിടെ മൂടക്കൊല്ലിയിൽ വീണ്ടും കടുവയെ കണ്ടതായി നാട്ടുകാർ പരാതിപ്പെട്ടു. പന്നി ഫാമിലെത്തിയ കടുവ ഒരു പന്നിയെ കൊണ്ടുപോയി. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സുർജിത്ത്, ഈ കരടിയേക്ക് വേണ്ടിയുള്ള അന്വേഷണം ഏതുവരെ ആയിട്ടുണ്ട്? വേറൊരിടത്ത് കടുവയെ കണ്ടു, പുലിയെ കണ്ടു എന്നുള്ള കടുവയെ കണ്ടതായി നാട്ടുകാർ പരാതിപ്പെടുന്നുണ്ടല്ലോ മൂടക്കൊല്ലിയിൽ. എന്തൊക്കെയാണ് ഈ രണ്ട് കാര്യങ്ങളുടെയും വിവരം? ഗോപി, നിലവിലെ സാഹചര്യത്തിൽ കരടിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പ്രത്യേകിച്ച് ഇത് വനമേഖലയിലേക്ക് കയറി പോകാനുള്ള സാധ്യതയാണ് വനം വകുപ്പ് കാണുന്നത്. ഇതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. പനമരം ഭാഗത്താണ് ഏറ്റവും ഒടുവിൽ ഇത്തരത്തിൽ കരടിയെ കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ മേഖലയിലെല്ലാം തന്നെ വ്യാപകമായ തിരച്ചിൽ. സുർജിത്ത്, ഒരൊറ്റ നിമിഷം ഞാൻ തിരികെ വരാം. ഇപ്പോൾ പാലക്കാട്ട് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പോലീസ് വാഹനത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രതിഷേധക്കാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കരിങ്കൊടി കാണിക്കാൻ വേണ്ടി എത്തിയവരാണ്. അവരെ പോലീസ് വാനിലേക്ക് കയറ്റുന്നതിന്റെ, പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ആരിഫ് മുഹമ്മദ് ഖാൻ കടന്നു പോകുന്ന വഴിയിൽ കരിങ്കൊടി കാണിക്കാൻ എത്തിയ പ്രവർത്തകർ അവരെ പോലീസ് ഇപ്പോൾ വാഹനത്തിലേക്ക് കയറ്റുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പാലക്കാട്ട് നിന്നാണ് ഈ ദൃശ്യങ്ങൾ വരുന്നത്. നിഖിൽ പ്രമേഷ് അല്പസമയത്തിനകം ഇതിന്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ഉണ്ടാകും. എസ്എഫ്ഐയുടെ കരിങ്കൊടി പ്രതിഷേധത്തിന്റെ തുടർച്ച പാലക്കാട്ട് കാണുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സഞ്ചരിക്കുന്ന വഴിയിൽ അദ്ദേഹത്തെ പ്രതിഷേധം അറിയിക്കാൻ കരിങ്കൊടി വീശുന്ന പ്രവർത്തകരെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നു. ബലം പ്രയോഗിച്ച് അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഈ കണ്ട ദൃശ്യങ്ങൾ പാലക്കാട്ട് നിന്നാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് പ്രതിഷേധത്തിന്റെ സൂചകമായി കരിങ്കൊടി കാണിക്കാൻ എത്തിയവരെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നമ്മൾ ഇന്ന് സംഭവിച്ചതിൽ പരിശോധിക്കുന്നത്. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. നമസ്കാരം. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെല്ലിലേക്ക് സ്വാഗതം. നോക്കാം ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ച് ഇന്ത്യൻ ഓഹരി വിപണികൾ. സെൻസെക്സ് 690 പോയിന്റ് ഉയർന്ന് 71,060 വ്യാപാരം അവസാനിപ്പിച്ചു. നിഫ്റ്റി 215 പോയിന്റ് വർധനവോടെ 21,453 BSE മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികകളിൽ 2% നേട്ടം. തുടർച്ചയായ വീഴ്ചകൾക്കൊടുവിൽ ബാങ്ക് ഓഹരികളിലും ഉണർവ്. ലയനം റദ്ദാക്കിയെങ്കിലും ഇന്ത്യയിലെ മാധ്യമ സാന്നിധ്യം വർദ്ധിപ്പിക്കുമെന്ന സൂചന നൽകി സോണി. വരിക്കാരുടെ വളർച്ചയും വരുമാനവും വർദ്ധിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് സാന്നിധ്യം ശക്തിപ്പെടുത്തും. കമ്പനിയെ ദീർഘകാലത്തേക്ക് സജ്ജമാക്കാൻ നേതൃത്വം പ്രതിജ്ഞാബദ്ധമാണെന്ന് സോണി ഗ്രൂപ്പ്. ത്രൈമാസ പ്രകടന കണക്കുകൾ പുറത്തുവിട്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. അറ്റാദായം 1 മടങ്ങ് വർദ്ധിച്ച് 9,225 കോടി രൂപയായി. കഴിഞ്ഞ പാദത്തെ അപേക്ഷിച്ച് മൂന്നാം പാദത്തിൽ ലാഭം ഇടിഞ്ഞു. വരുമാനം 2.6% ഉയർന്ന് 2.26 ലക്ഷം കോടി രൂപയായി. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ബാങ്ക് വായ്പാ വിപുലീകരണം 15% പരിഷ്കരിച്ച റേറ്റിംഗ് ഏജൻസി ഇക്ര. അടുത്ത സാമ്പത്തിക വർഷം 12% വളർച്ച നേടുമെന്നും പ്രവചനം. ആഗോള സമ്മിശ്ര പ്രതികരണത്തിൽ ക്രെഡിറ്റ് വിപുലീകരണ നിരക്ക് അടുത്ത സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞേക്കാമെന്നും കണ്ടെത്തൽ. വിമാന സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിന് എയർ ഇന്ത്യക്ക് 1.1 കോടി രൂപ പിഴ ചുമത്തി DGCA. വിമാനത്തിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രണ പ്രകടന പരിധിക്ക് അനുസൃതമല്ലെന്ന് കണ്ടെത്തൽ. അടിയന്തര ഓക്സിജൻ വിതരണത്തിന് ആവശ്യമായ സംവിധാനമില്ല. നിയമലംഘനം നടത്തിയതിന് ഈ മാസം ആദ്യവും എയർ ഇന്ത്യക്ക് പിഴ ചുമത്തിയിരുന്നു.
ഇനി മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. സമ്മിശ്ര പ്രതികരണത്തിനൊടുവിൽ വിപണി പോസിറ്റീവ് മോഡലാണ് ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. തുടർച്ചയായ 2 ദിവസവും നെഗറ്റീവ് മോഡലായിരുന്നു വിപണിയുടെ സൂചികകൾ ഉണ്ടായിരുന്നത്. ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കുമ്പോൾ ഇന്ത്യൻ ഓഹരി വിപണികളിൽ തന്നെ ഒരു ഗ്രീൻ സിഗ്നലിലാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 21,453 പോയിന്റിലാണ്. അതായത് 215 പോയിന്റ് ഉണർവിൽ 21,453 പോയിന്റിലാണ്. ഇന്ന് 21,137 പോയിന്റ് വരെ തകർച്ചയിൽ എത്തിയതിനു ശേഷമാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ നിഫ്റ്റി 50 ഉയർന്ന് 21,453 എന്ന പോയിന്റിലേക്ക് എത്തിയത്. നിഫ്റ്റിയുടെ എല്ലാ സൂചികളിലും ഒക്കെ തന്നെ ഒരു പോസിറ്റീവ് പ്രകടനം നമുക്ക് കാണാൻ സാധിക്കും. നിഫ്റ്റി ബാങ്ക് ആയിരുന്നു രാവിലെ മുതൽ തുടർച്ചയായി തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വ്യാപാരം അവസാനിച്ചപ്പോൾ നിഫ്റ്റി ബാങ്ക് സൂചികകളിലും ഒരു ഉണർവ് കാണാൻ സാധിക്കും. നിഫ്റ്റി ബാങ്ക് 67 പോയിന്റ് ഉണർവിൽ 45,082 പോയിന്റോടെയാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലും നിലവിൽ 20,206 പോയിന്റിലാണ് വ്യാപാരം അവസാനിച്ചത്. നിഫ്റ്റി സൂചികയിൽ നിഫ്റ്റി മീഡിയയിലാണ് ഇത് ഏറ്റവും കൂടുതൽ 3% വളർച്ചയുണ്ടായത് നിഫ്റ്റി മീഡിയയിലാണ്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായ സെൻസെക്സിലേക്ക് വരികയാണെങ്കിൽ സെൻസെക്സിലും ഒരു ഗ്രീൻ സിഗ്നലിലാണ് ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. സെൻസെക്സ് 71,060 പോയിന്റ് ഉണർവിൽ, അതായത് 689 പോയിന്റ് നേട്ടത്തിൽ 71,060 പോയിന്റിലാണ് ഇന്ന് സെൻസെക്സിലും വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. വിപണികൾ തുടർച്ചയായ തകർച്ചയെ തുടർന്ന് ഇന്ന് സമ്മിശ്ര പ്രതികരണത്തിലായിരുന്നു വിപണി. രാവിലെ നെഗറ്റീവ് മോഡിൽ വ്യാപാരം തുടങ്ങി, പക്ഷേ വളരെ പോസിറ്റീവോടുകൂടി ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുകയാണ്. ഫോറിൻ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായ ഒരു തിരിച്ചെടുക്കൽ ഒക്കെ തന്നെയും വിപണിക്ക് അനുകൂലമായ ഘടകങ്ങളായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ, മെറ്റൽ, IT സെക്ടറുകളിലൊക്കെ തന്നെയും 2% നേട്ടം ഉണ്ടായിരിക്കുകയാണ്. BSE മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികളിലൊക്കെ തന്നെയും 2% ഒരു വളർച്ചയുണ്ടായിരിക്കുകയാണ്. ഇനി നമുക്ക് മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ്. DPFSന്റെ മാനേജിംഗ് ഡയറക്ടറായ പ്രിൻസ് ജോർജ് ആണ് മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെല്ലിൽ അതിഥിയായി ചേരുന്നത്. ഗുഡ് ഈവനിങ് ശ്രീ പ്രിൻസ് ജോർജ്. സമ്മിശ്ര പ്രതികരണങ്ങൾക്കൊടുവിൽ മാർക്കറ്റ് ഇന്ന് ഒരു ഗ്രീൻ സിഗ്നലിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഫോറിൻ പോർട്ട്ഫോളിയോയുടെ ഒരു ഒഴുക്ക് നിന്നു എന്ന് തന്നെ പറയാൻ സാധിക്കുമോ? ഈ FPIകൾക്ക് ഹോൾഡ് ലിക്വിഡേറ്റ് ചെയ്യാനായിട്ട് SEBI ഒരു ഇളവ് നൽകിയെന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ വന്നിരുന്നു. ഇതായിരിക്കാമോ ഒരു പക്ഷേ ഇതിനെ ഇത്തരത്തിലൊരു പോസിറ്റീവ് മോഡിലേക്ക് കൊണ്ടുവന്നത്? ഇനി നാളത്തെ ഒരു വിപണിയുടെ ട്രെൻഡ് എങ്ങനെയായിരിക്കാം? ഇന്നിപ്പം മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് തീർച്ചയായിട്ടും ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. ഇന്നലത്തെ മുഴുവൻ ലോസ് റിക്കവർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഏതാണ്ട് ഇന്നലത്തെ വീഴുന്ന വീഴ്ചയുടെ ഒരു 50-60% റിക്കവറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിക്ഷേപകർക്ക് പോർട്ട്ഫോളിയോയിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അതിൻ്റെ റീസൺസ് ഇപ്പോൾ പറഞ്ഞത് ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ പൊസിഷൻസ് ലിക്വിഡേറ്റ് ചെയ്യാനായിട്ട് ഒരു 7 മാസത്തെ സമയം SEBI കൊടുത്തു എന്നുള്ളതാണ്. ആ ഒരു സമയത്തിനുള്ളിൽ അവരുടെ ഡിസ്ക്ലോസ് ചെയ്യുകയും അവരുടെ പോർട്ട്ഫോളിയോ റെഗുലറൈസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പം അതും ഷോർട്ട് കവറിങ്ങുമാണ് ഇന്നത്തെ റാലിയുടെ പ്രധാനപ്പെട്ട കാരണം. ഇനി നാളത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈ ആഴ്ച ഇനി നാളെ ഒരു ദിവസം കൂടെ മാത്രമേ ട്രേഡിംഗ് ഉള്ളൂ. അതിനുശേഷം 26th ഹോളിഡേ ആണ്. പിന്നെ നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്കും പുതിയ എക്സ്പയറിയും അതുപോലെ തന്നെ യൂണിയൻ ബജറ്റിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ നാളത്തെ ഒരു ദിവസം വളരെ നിർണായകമാണ്. F&Oയുടെ എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ആ ഒപ്റ്റിമിസം ചിലപ്പോൾ നാളെ കാണണമെന്നില്ല. നാളെ വീണ്ടും ഒരു സെൽ ഓഫിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നുള്ളതാണ് മാർക്കറ്റ് എക്സ്പെർട്സ് ഒക്കെ പറയുന്നത്. താങ്ക് യു ശ്രീ പ്രിൻസ് ജോർജ്. DPFSന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ പ്രിൻസ് ജോർജ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി ചേർന്നത്. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഇന്ന് സംഭവിച്ചതുമായി KR ഗോപികൃഷ്ണൻ തുടരും. ഇന്ന് സംഭവിച്ചത് തുടരുന്നു. മറ്റു വാർത്തകളുമായി. ഒടുവിൽ നടപടിക്ക് ഒരുക്കം. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറിനെ പോലീസ് ചോദ്യം ചെയ്യും. തിങ്കളാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട അനിൽകുമാറിനും സുരക്ഷാ സേനയിലെ S സന്ദീപിനും പോലീസ് നോട്ടീസ് നൽകി. ആലപ്പുഴ സൗത്ത് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് നേരിട്ടെത്തിയാണ് നോട്ടീസ് കൈമാറിയത്. കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്ത് 1 മാസം പിന്നിടുമ്പോഴാണ് പോലീസിന്റെ നടപടി വൈകിയത് കോടതിയോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. എത്രയോ ദിവസം മുമ്പാണ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവുണ്ടായത് ഇവർക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞു. അത്ര ദിവസമായിട്ടും ഇവർ പോലീസിന് മുമ്പിൽ ഹാജരാകാതെ നടക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ കൂടെ പരസ്യമായിട്ട് ഇവർ നടക്കുകയാണ്. ഇത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ്. 2 ഗൺമാന്മാർ മുഖ്യമന്ത്രിയുടെ ഇടത്തുഭാഗത്തും വലത്തുഭാഗത്തും നിന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ നീതിന്യായം ഉറപ്പുവരുത്തേണ്ട
മുഖ്യമന്ത്രിയുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും നിന്ന് നീതിന്യായ സംവിധാനത്തെ ഈ രണ്ടുപേരും വെല്ലുവിളിക്കുകയാണ്. അവർ വരുമെന്ന് നോക്കാം. ഒരു കാരണവശാലും അവരെ ആരെയും വെറുതെ വിടില്ല. കാരണം അവർ ചെയ്ത ക്രൂരതയ്ക്കും നിയമവിരുദ്ധമായ നടപടികൾക്കും നിയമപരമായി ഞങ്ങൾ പോരാടും എന്ന് പറഞ്ഞാണ്. നിയമപരമായി അവരുടെ പുറകെ ഞങ്ങളുണ്ട്. മാസപ്പടി ആരോപണത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിന് തടസ്സമില്ലെന്ന് ഹൈക്കോടതിയുടെ പരാമർശം. കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം നടക്കുമ്പോഴും SFIU അന്വേഷണമാകാം. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് അറിയിക്കാത്തതിൽ ഹൈക്കോടതി അതൃപ്തി അറിയിച്ചു. കേസ് ഫെബ്രുവരി 12 മാറ്റി. ജനപക്ഷം സെക്യുലർ നേതാവ് ഷോൺ ജോർജ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നിരീക്ഷണം. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി തന്നെ കേസ് അന്വേഷിക്കണമെന്ന് ഹർജി പരിഗണിക്കവേ ഹർജിക്കാരൻ ആവശ്യപ്പെട്ടു. 2 ROCകളുടെ കണ്ടെത്തൽ ഗൗരവതരമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ആവശ്യം. എന്നാൽ CMRL, KSIDC അഭിഭാഷകർ ഇതിനെ എതിർത്തു. തുടർന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അന്വേഷണത്തിൽ കേന്ദ്രത്തിന്റെ മറുപടി കോടതി തേടി. നേരത്തെ കേന്ദ്രത്തോട് അഭിപ്രായം ആരാഞ്ഞതാണെന്നും വൈകിപ്പിക്കൽ എന്തിനെന്നും കോടതി തുറന്നടിച്ചു. ഇതിനിടെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിന് തടസ്സമില്ലെന്നും കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം നടക്കുമ്പോഴും SFIO അന്വേഷണമാകാമല്ലോ എന്നും കോടതി നിരീക്ഷിച്ചത്. പിന്നാലെ 2 ആഴ്ച സമയം നൽകണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടു. കേസ് ഫെബ്രുവരി 12 വീണ്ടും പരിഗണിക്കും. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ പരിശോധിച്ചത്.